ഹൈറിച്ച് തട്ടിപ്പ് കേസ് CBIക്ക് കൈമാറി സംസ്ഥാന സർക്കാർ ഉത്തരവായി. ഹൈറിച്ച് തട്ടിപ്പിൽ ED അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കേസ് സംസ്ഥാന സർക്കാർ CBIക്ക് വിടുന്നത്. ശിവദാസ് കന്മനം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശിവദാസ്, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നേരത്തെ വന്നിരുന്നത്. സംസ്ഥാന പോലീസിന്റെ തന്നെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് 3000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് കേരള സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഈ സംഘം നടത്തിയിട്ടുണ്ട്. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ഞെട്ടിപ്പിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസ് CBIക്ക് കൈമാറിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. വിജ്ഞാപനം പുറത്തു വന്നു. നിലവിൽ ഈ കേസ് ED അന്വേഷിക്കുന്നുണ്ട്. EDയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ED ശേഖരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ഹൈറിച്ച് കേസിൽ നിലവിൽ ഹൈറിച്ച് കമ്പനിയുടെ ഉടമകളായ പ്രതാപനും ശ്രീനയും നിലവിൽ EDയുടെ കസ്റ്റഡിയിലാണ്. അവർ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പല തവണ ഇവർ ഒളിവിൽ പോയി. പിന്നീട് ഇവർ കോടതിക്ക് മുൻപിൽ ഹാജരായി. അതിനുശേഷം നിലവിൽ ഇവർ കസ്റ്റഡിയിലാണ്. ഇവരുടെ സ്വത്തുക്കളുടെ വിവരങ്ങൾ എല്ലാം തന്നെ ED ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ 220 കോടി രൂപയുടെ സ്വത്തുക്കൾ ED മരവിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പല സ്ഥലത്തും ഇവർക്ക് നിരവധി സ്വത്തുക്കൾ ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ അടക്കം ഇവർക്ക് സ്വത്തുക്കൾ ഉണ്ട് എന്നതടക്കം ED കണ്ടെത്തിയിരുന്നു. അത്തരം കൂടുതൽ കാര്യങ്ങളും വിവരങ്ങളും എല്ലാം തന്നെ ED ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ചില സൂചനകളും EDക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇതുമായി നേരിട്ട് ബന്ധമുള്ള കൂടുതൽ ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ED ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടുതൽ നടപടികൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അതായത് ഈ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ എല്ലാം തന്നെ CBIക്ക് കൈമാറി. അതോടൊപ്പം CBIക്ക് ഈ കേസ് കൈമാറിക്കൊണ്ടുള്ള വിജ്ഞാപനവും സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പാണ് ഇത്. ഹൈറിച്ച് എന്നൊരു കമ്പനി തുടങ്ങുകയും അതുവഴി കൂടുതൽ മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പ് നടത്തുക. അതായത് ഇതിൽ കൂടുതൽ ആളുകളെ ചേർത്ത് അവർ പ്രൊഡക്റ്റ് വാങ്ങുന്നു. അതോടൊപ്പം അവരുടെ കീഴിൽ മറ്റു ആളുകളെ ചേർക്കുമ്പോൾ അവർക്ക് പ്രൊഡക്റ്റും ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കമ്മീഷൻ ലഭിക്കുന്നു. ഇങ്ങനെ മണി ചെയിൻ വഴി കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് നടന്നത്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ, ഏകദേശം 1 കോടിയിലേറെ ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു സാമ്പത്തിക തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. 1.25 കോടിയോളം അക്കൗണ്ടുകൾ വഴി ഇടപാടുകൾ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ക്രിപ്റ്റോ കറൻസിയും ഇവർ പുറത്തിറക്കി എന്ന വിവരവും EDക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ ക്രിപ്റ്റോ കറൻസികൾ ഈ കമ്പനി പുറത്തിറക്കിയിരുന്നത്. ഇതെല്ലാം തന്നെ EDയുടെ അന്വേഷണത്തിൽ വരുന്നുണ്ട്. ED ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ പരിശോധിച്ചു വരുന്നുണ്ട്. ഇവർ മറ്റു ഏതെങ്കിലും തരത്തിലേക്ക് ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും ED പരിശോധിച്ചു വരുന്നുണ്ട്. ആ രീതിയിൽ OTTയിൽ അടക്കമുള്ള ചില ഇടപാടുകൾ EDയുടെ പരിശോധനയിൽ വന്നിരുന്നു. അങ്ങനെയാണ് മുൻപ് വിജേഷ് പിള്ളയെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. വ്യവസായി ആയിരുന്നു വിജേഷ് പിള്ള. അദ്ദേഹത്തെ പലതവണ ചോദ്യം ചെയ്തിരുന്നു. 40 കോടിയോളം രൂപയുടെ ഇടപാടുകൾ വിജേഷ് പിള്ളയുമായി സഹകരിച്ച് ഈ തട്ടിപ്പ് സംഘം നടത്തിയിരുന്നു എന്ന ചില സൂചനകളും കണ്ടെത്തലും EDക്ക് ലഭിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ഒളിവിൽ പോയിരുന്ന ശ്രീനയും പിന്നീട് ശ്രീനയുടെ ഭർത്താവായ പ്രതാപനും കോടതിക്ക് മുൻപിൽ കീഴടങ്ങി. അതിനുശേഷം ED ഇവരെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും കൂടുതൽ നടപടികൾ ED സ്വീകരിച്ചു വരുന്നതിന് ഇടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കേസ് CBIക്ക് കൈമാറിയിരിക്കുന്നത്. അനു, ശിവദാസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം ചെറുപ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായി രേഖപ്പെടുത്തുന്നു, അത് കണ്ടെത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ ഹവാല കടത്തുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം കൂടി വരുന്നു. EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ തന്നെ ഈ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ളവ ഇതിൽ വിനിമയം നടത്തിയിട്ടുണ്ട് എന്നത് പറയുന്നു. ഇനി ലക്ഷക്കണക്കിന് ആളുകൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയായി എന്ന് പറയുന്നു. ഇതെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത് ഈ കേസ് കൂടുതൽ ചുരുളഴിയുമ്പോൾ മറ്റ് സംസ്ഥാനത്തിനകത്ത് നിന്ന് മറ്റ് സഹായങ്ങൾ കൂടി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്നുള്ളൊരു സംശയം ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ടോ? കാരണം ഇത്രയധികം കോടി രൂപയുടെ തട്ടിപ്പ് കേസ് ആയതുകൊണ്ട് സംശയം വരികയാണ്. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും വലിയ ഒരു തുകയുടെ തട്ടിപ്പാണ് നടന്നത്. ഏകദേശം 3000-ഓളം കോടി രൂപയുടെ തട്ടിപ്പാണ്. തുടക്കത്തിൽ കൃത്യമായ കണക്കുകൾ ED ശേഖരിച്ചു വരികയാണ്. 2000 കോടിയിലധികം കോടി രൂപയുടെ തട്ടിപ്പുകളുടെ കണക്കുകൾ ED ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ ഒരു കണക്ക് EDക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ഈ തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പണം ലഭിച്ച ഈ പണം എന്തിനൊക്കെ ഇവർ വിനിയോഗിച്ചു എന്ന കാര്യമെല്ലാം തന്നെ
ED പരിശോധിച്ചു വരികയാണ്. അത് അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ഇത് ക്രിപ്റ്റോ കറൻസി മാത്രമല്ല, ഹവാല കടത്തുമായി ബന്ധപ്പെട്ട് ഇവർ അത്തരത്തിലുള്ള കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനം ഇവർക്ക് ഉണ്ടായിരുന്നു. 100 കോടിയിലേറെ രൂപ ഹവാല പണമായി ഇവർ ഉപയോഗിച്ചിരുന്നു. അത് മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചു. മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം ഇത്തരത്തിലുള്ള പണം നികുതി അടയ്ക്കാതെ അനധികൃതമായി നിയമവിരുദ്ധമായി ഇത്തരത്തിലുള്ള പണം എത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തലും EDക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ EDക്ക് ലഭിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം EDയുടെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. മാത്രമല്ല, ഇത് നിരവധി ആളുകളാണ് ഇതിന് വിധേയരായി, തട്ടിപ്പിന് വിധേയരായി ഇരകളായി ഇട്ടുള്ളത്. അവർ ഇപ്പോഴും പെരുവഴിയിലായിരിക്കുകയാണ്. കാരണം വലിയ വാഗ്ദാനങ്ങളെല്ലാം നൽകിയാണ് ഈ തട്ടിപ്പ് സംഘം ഈ ഒരു കമ്പനിയിൽ ഓരോരുത്തരെയും ചേർത്തിരുന്നത്. പക്ഷേ അവർക്ക് പിന്നീട് അവർ നൽകിയ പണം തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറഞ്ഞ തുകയ്ക്ക് അവർക്ക് പ്രൊഡക്റ്റുകൾ ലഭിച്ചിരുന്നു. അവർ നൽകിയ പണത്തിനുള്ള പ്രൊഡക്റ്റുകൾ ആയിരുന്നില്ല, പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്കാണ് അവർക്ക് പ്രൊഡക്റ്റുകൾ ലഭിച്ചിരുന്നത്. പിന്നീട് കമ്മീഷൻ വഴി കൂടുതൽ ആളുകളെ ചേർത്താൽ അവർക്ക് കൂടുതൽ പണം ലഭിക്കും എന്ന വാഗ്ദാനമാണ് കമ്പനി നടത്തിയിരുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് കീഴെ കൂടുതൽ ആളുകളെ ചേർത്തിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ ഇപ്പോൾ പെരുവഴിയിലായിരിക്കുകയാണ്. കമ്പനിയുടെ പല ഓഫീസുകളും ഇപ്പോൾ ED സീൽ ചെയ്തിരിക്കുന്നു. EDയുടെ പരിശോധനയിലാണ്, അല്ലെങ്കിൽ ED അത് ഈ ഓഫീസുകളിലെല്ലാം തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു സംഘത്തിൽ നിരവധി ആളുകൾ ഉണ്ട് എന്ന വിവരവും ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ ഈ കേസിൽ കുടുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഈ സംഘത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. മാനേജർമാരടക്കമുള്ള നിരവധി ആളുകൾ ഉണ്ട്. അവരെയെല്ലാം തന്നെ ED ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചോദ്യം ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലും വിവരശേഖരണവും അടക്കം നടക്കും. എന്തായാലും ഇപ്പോൾ ഈ EDയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഈ കേസ് ഇപ്പോൾ CBIക്ക് കൈമാറിയത്, അതിൻ്റെ വിജ്ഞാപനം ഇറക്കിയത്. അനു, ശരി ശിവദാസ്.